അമ്മ വേറെയും കറികളൊക്കെ വെച്ച് അച്ഛൻ എന്താ ജോലി കഴിഞ്ഞ് വന്നു ഫുഡ് കഴിക്കാൻ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കൗസ് വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അമ്മ വെക്കുന്ന സ്പെഷ്യൽ ചിക്കൻ കറി റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ ഇവിടെ കരുവി സെറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ചെറിയ കഷ്ണമാക്കി എടുക്കാം. വലിയ കഷ്ണത്തിനേക്കാളും ചെറിയ കഷ്ണമാണ് രുചി കൂടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ചെറുതാക്കുന്നത്. അപ്പം നമ്മളാണെങ്കിൽ ഇതാ ചിക്കൻ എല്ലാം ഓൾറെഡി കഴുകി സെറ്റാക്കി കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി അടുത്ത മസാലയിലോട്ട് കിടക്കാം. അമ്മ എങ്ങനെയൊക്കെയാണ് അമ്മ മസാല ഉണ്ടാക്കുന്നത്? അപ്പോൾ ചിക്കൻ ഇവിടെ സെറ്റായി. നമ്മൾ ഗ്യാസ് കത്തിക്കാൻ പോവാണ്. ചിക്കൻ ചെറിയ കഷ്ണമാക്കി മുറിച്ചത്. ഇപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് പകുതി ചിക്കനേ എടുക്കുന്നുള്ളൂ, എല്ലാം കൂടി എടുക്കുന്നില്ല. നമുക്ക് ഇതിന് ഒരു ഹാഫ് മതിയാവും, കുറച്ച് മതി ഇതിൽ നിന്ന്. അപ്പോൾ നമുക്കത് എടുത്തിട്ട് കുക്ക് ചെയ്യാം. എങ്ങനെയൊക്കെയാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത് നമുക്ക് സ്പെഷ്യലൊക്കെ കണ്ട് പഠിക്കാം. അപ്പോൾ അതാണ് അമ്മ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത മസാലകൾ എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് നോക്കാവേ. ഇപ്പോൾ ഇത് തക്കാളി നമ്മൾ അതിന് വെച്ചിട്ട്, ടൊമാറ്റോ അതിന് വെച്ചിട്ടുണ്ട്, ഒണിയൻ അതിന് വെച്ചിട്ടുണ്ട്. ഇത് കാന്താരി ചില്ലിയാണ് കേട്ടോ. പിന്നെ ജിഞ്ചറുണ്ട്. ജിഞ്ചർ മാത്രമേ ഉള്ളൂ, ഗാർലിക്ക് അല്ലാതെയാണ് ഇടുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഇത്രയും കൂടിയാണ് നമ്മൾ മസാലയായിട്ട്. അപ്പോൾ നമ്മളടുത്ത ഓയിൽ ഒഴിക്കാൻ പോവാണ്. ഇപ്പോൾ അമ്മയുടെ ഒരു അളവിന് അമ്മ ദാണ്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി അത് ചൂടായിട്ട് നമുക്ക് അടുത്തത് ചേർക്കാം. അപ്പോൾ എന്താ എണ്ണ ചൂടായി നമ്മൾ അതിലോട്ട് കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. എൻ്റെ കടുക് പൊട്ടട്ടെ. കൂടുതൽ അങ്ങോട്ട് പോയി ഡേഞ്ചർ ആവും. അത് നമ്മൾ അടുത്തതാണെങ്കിൽ നമ്മൾ ഇടാൻ പോണ കറിവേപ്പിലാണ്. മൊത്തം പൊട്ടി അതിൻ്റെ കറിവേപ്പില ഇട്ട് മൊത്തമായി. ഇനി നമ്മൾ അടുത്ത് ഇടാൻ പോണ വെളുത്തുള്ളിയാണ്. നമ്മൾ വെളുത്തുള്ളി ഇട്ടു. ഇനി നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഗാർലിക് എന്താകുമ്പം ബ്രൗൺ ഷെയ്ഡായി മാറുമ്പം ഓഫ് ചെയ്യും. ബ്രൗൺ ഷെയ്ഡാകുമ്പോൾ നമുക്ക് അടുത്ത ഉള്ളിയാണ് ചേർക്കുന്നത്. ഉള്ളി ചേർക്കാം. ചെറുതായിട്ട് അതിൻ്റെ നിറമൊന്ന് മാറുമ്പോഴത്തേക്ക് നമുക്ക് അതിലോട്ട് ഉള്ളി ഇട്ട് കൊടുക്കാം. നമ്മൾ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഉള്ളിനെ എങ്ങനെയായി മാറണം? നല്ലപോലെ വഴന്ന് വരണം. നല്ലപോലെ വാടണം. ഇനി നമുക്ക് കുറച്ച് അതിലോട്ട് ഉപ്പിട്ട് കൊടുക്കാം. എന്നാൽ പെട്ടെന്ന് ഇത് വഴന്ന് വരും. നമ്മൾ തീ മീഡിയം തീ കൂട്ടിയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. തീ കൂട്ടി വെച്ചാലേ നല്ലപോലെ പെട്ടെന്ന് വഴന്ന് വരത്തുള്ളൂ. അല്ലെങ്കിൽ അത് ഇളക്കി കൈയെടുക്കാതെ തന്നെ ഇളക്കിയിരിക്കണം. അല്ലെങ്കിൽ അത് ചെവിട്ടി പിടിച്ചു പോകും. നമ്മൾ കാന്താരിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ എത്ര കാന്താരി എടുത്ത്? കുറച്ച് കാന്താരി എടുത്ത് നമ്മൾ ആവശ്യം അനുസരിച്ച് കാന്താരി നിങ്ങൾക്ക് എടുക്കാം. കാന്താരിയോ നോർമൽ പച്ചമുളകോ ആഡ് ചെയ്യാം. നമ്മളിവിടെ കാന്താരിയാണ് എടുത്തേക്കുന്നത്. നമ്മൾ ദാണ്ട് ഇവിടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇവിടെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതാകുമ്പോഴത്തേക്ക് അതിലോട്ട് ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അടുത്ത് നമ്മൾ ഇടാൻ പോണ തക്കാളിയാണ്. തക്കാളി ഇട്ട് നമുക്ക് തക്കാളിയും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലേ. അതിപ്പോൾ നല്ലതുപോലെ വഴന്നിട്ടുണ്ട്. നമുക്കത് കാന്താരി ഇട്ട് കൊടുക്കാം. മുളക് പൊടി നമുക്ക് എടുത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് വേണ്ട മുളക് പൊടി ഇട്ട് കൊടുക്കുവാണേ.
ഇത് ഒരു സ്പൂൺ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ അനത്തി വെച്ചതാണ്. അപ്പോൾ 2 സ്പൂൺ 2.5 സ്പൂൺ ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ 2.5 സ്പൂൺ അല്ലെങ്കിൽ ഒരു 3 സ്പൂൺ അല്ലെങ്കിൽ 2.5 സ്പൂൺ എരി അനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിവിടെ അത്രയും മതി, നമുക്ക് പിന്നെ വലിയ എരി ഇഷ്ടമല്ല. ഇത് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാമേ. നമുക്ക് ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കി ശരി. അടുത്ത് നമ്മൾ ഉലുവപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. ഒരു കുറച്ച് നിങ്ങളെങ്ങനെയാണ് ചേർക്കുന്നത് ഇത്ര നമ്മൾ കുറച്ച് ചേർക്കുന്നോളെ, കുറച്ച് ചേർത്ത് കൊടുത്തു. അടുത്ത് എന്താണ്? കുരുമുളക് പൊടി. അടുത്ത് നമ്മൾ ചേർക്കാൻ പോകുന്നത് കുരുമുളക് പൊടിയാണ്. അത് എരിവ് അനുസരിച്ചാണ് കുരുമുളക് പൊടി. 3/4 സ്പൂണാണ് നമ്മളിവിടെ കുരുമുളക് ചേർത്തത്. നിങ്ങൾക്ക് എത്രയാണോ എരി ആവശ്യം അത്രയും ഇട്ട് കൊടുക്കാം. അടുത്ത മസാലപ്പൊടിയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. മസാലപ്പൊടി നമ്മൾ ഇത് കണക്ക് റോസ്റ്റ് ചെയ്തിട്ടാണ് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ്. മസാലപ്പൊടി ശകലം മതി, കുറച്ച് മതി. എല്ലാവർക്കും ഒരു അളവ് കാണുമല്ലോ, ആ അളവനുസരിച്ച് ഇട്ടാൽ മതി. അമ്മയുടേതായ രീതിയിൽ അളവനുസരിച്ചാണ് വരുന്നത്. ഇനി നമുക്കിത് ഇളക്കി കൊടുക്കാവേ. നല്ലപോലെ ഇത് ഇളക്കി എന്താക്കി മാറ്റണം, നല്ലപോലെ മിക്സ് ആക്കി എടുക്കണം. ഉള്ളിയും എല്ലാം ഒന്ന് അതിലോട്ട് ആ മസാലയിലോട്ടൊന്ന് മിക്സായി വരട്ടെ. ഒരു പച്ചമണം മാറി വരണം. അങ്ങനെ ഒന്നുമില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കാം. നമ്മൾ അടുത്ത വെള്ളമാണ് ആഡ് ചെയ്യുന്നത്. ചൂട് വെള്ളമാണ് എടുത്തേക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി റോസ്റ്റാക്കി എടുക്കാം. കുറച്ചും കൂടി വെള്ളം നമ്മൾ ആഡ് ചെയ്തു. നമ്മളിപ്പോൾ ഇളക്കി എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. കുറച്ചാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. എല്ലാവർക്കും പോലെ അരിപ്പാണ് ആവശ്യമെങ്കിൽ അതിൻ്റെ അടുത്തും വെള്ളം കുറച്ച് ഒഴിച്ച് മിക്സാക്കി എടുത്താൽ മതി. ഇവിടെ നമുക്ക് വലിയ ഗ്രേവി ആവശ്യമില്ല. നമ്മളെ ചിക്കൻ കറി ഇവിടെ ഏകദേശം മസാലയൊക്കെ സെറ്റായി. അടുത്ത് നമ്മൾ ചിക്കനാണ് ഇട്ട് കൊടുക്കാൻ പോണത്. നമ്മൾ അതിൻ്റെ ലിവർ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾ എത്ര ഒരു 2 കിലോ ആണ് ചിക്കൻ വാങ്ങിച്ചിരിക്കുന്നത്. നമ്മൾ കുറച്ച് മതി, ഇത്രയും നമ്മൾ ശേഷം മാറ്റി വയ്ക്കുകയാണേ. കുറച്ചും കൂടി വേണം. അപ്പം മോന് കുറച്ചും കൂടി ഇതിൽ എടുക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് കാപ്പിക്കായിട്ട് മതി. ഇതല്ലേ കാപ്പിക്കും ഇതിന് ഗ്രേവി ഒതുക്കി റോസ്റ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നമ്മളതിന് കുറച്ചും കൂടി ചിക്കൻ ആഡ് ചെയ്തു. ഇത്രയും നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നുള്ളൂ. നമുക്ക് 4 പേർക്കും ഇത് അത്രയും മതി. നമ്മൾ ഇത്രയും ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിനി ഒന്ന് തീ ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് മീഡിയത്തിലോട്ട് മീഡിയം ആക്കിയിട്ടുണ്ട്. നമുക്ക് അതിനുള്ള ഇച്ചിരി വെള്ളം ഇറങ്ങും. ഇനി ചിക്കനിൽ തന്നെ ഓൾറെഡി വെള്ളം ഇറങ്ങുമല്ലോ. അപ്പോൾ അതും കൂടി ആ വെള്ളം കൂടി ആകുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ഗ്രേവി ആവാൻ ഗ്രേവി ആകും. അപ്പോൾ നമുക്ക് ചിക്കൻ കറി സെറ്റാവും. അപ്പോൾ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം ചിക്കൻ കറി. നമുക്കിത് വേവിച്ചെടുക്കാം. അടച്ച് വെക്കണേ. അടച്ച് വെച്ചില്ലെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഇപ്പോൾ നമ്മൾ നമുക്കെന്ത് ചെയ്യും, അടപ്പ് വെച്ച് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ആവി കൊണ്ടത് വെന്തിട്ട് നമുക്ക് കഴിക്കാം. ഓക്കെ,
നെക്സ്റ്റ് നമ്മൾ അരപ്പ് പുരട്ടാനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ മാറ്റി വെച്ച ചിക്കൻ അരപ്പ് പുരട്ടാൻ ഫ്രിഡ്ജിലോട്ടാണ് വയ്ക്കുക. അപ്പോൾ നാളെ ആകുമ്പോഴത്തേക്ക് നമുക്ക് മസാല പിടിച്ചിട്ട് നമുക്ക് വേവിച്ചാൽ മതിയല്ലോ. നമ്മളാണ് മുളക് പൊടി ഇട്ട് മറ്റേത് ഇത് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളതാണ്. റിവറൊക്കെ അപ്പോൾ ആദ്യം നമ്മൾ നേരത്തെ ചേർത്ത മസാലയാണ്, ചിക്കനിൽ ചേർത്ത മസാലയാണ് ഇതിലും ചേർക്കുന്നത്. മുളക് പൊടി, മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും, കുറച്ച് ഉപ്പും കൂടി. എല്ലാവരെയും അളവനുസരിച്ച് തന്നെ എടുക്കണേ. ഇപ്പം നമ്മൾ ഇവിടെ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള അരപ്പായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ നാളത്തേക്കുള്ള മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാവേ. ഇനി നമുക്ക് എന്താ ചെയ്യാൻ പോണത്, നമുക്കിനി ഗ്യാസ് കത്തിച്ച് അടുത്ത് ഫ്രൈ ചെയ്യാം. നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിൽ ഓയിൽ വരും. അപ്പോഴത്തേക്ക് നമുക്ക് ഫ്രിഡ്ജിൽ ഈ ചിക്കൻ വെച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജ് അടയ്ക്കാം. നമുക്കിനി കൊണ്ട് നേരെ നമ്മുടെ ചിക്കൻ കറിയുടെ സ്പെഷ്യൽ നോക്കാം. ഒഴിച്ച് കൊടുക്കാം. ഇത് നമുക്ക് വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത്. നമുക്ക് നമ്മുടെ ചിക്കൻ കറി ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നത്. നല്ല മണം കേട്ടോ, നല്ല മണം, നല്ല ടേസ്റ്റും അതിനകത്ത് കാണും. നല്ല മണം. ചിക്കൻ കറി ഇവിടെ ആവുന്നതുകൊണ്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാം. ഇതിലോട്ട് നമ്മൾ കുറച്ച് ലിവർ ഫ്രൈ ചെയ്യണം. അതിലോട്ട് കുറച്ച് നമ്മൾ ഇത് കറിവേപ്പിലിട്ട് നമ്മൾ ലിവറാണ് ഫ്രൈ ചെയ്യുന്നത്, ഞാൻ തെറ്റിപ്പോയതാണ്. പീസായിട്ട് നമുക്ക് ഇട്ട് വെച്ച് കൊടുക്കാവേ. ഇത് നമ്മൾ ചെറുതായി കട്ട് ചെയ്തിരുന്നു കേട്ടോ. ചെറുതായി പൊട്ടിത്തെറിക്കുന്നുണ്ട്. നമുക്കിനി അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ തുറക്കാൻ പോവാണേ. ഇപ്പോൾ നമ്മൾ ചിക്കൻ്റെ ഇവിടെ സെറ്റായിട്ടുണ്ട്. നല്ല മണം കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണേ. ജസ്റ്റ് ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കുവാണേ. അമ്മ വേറെയും കറികളൊക്കെ വെച്ച് അച്ഛൻ എന്താ ജോലി കഴിഞ്ഞ് വന്നു ഫുഡ് കഴിക്കാൻ. അപ്പോൾ നമുക്ക് നേരെ പോയി അപ്പോൾ നമ്മളിവിടെ ചീനിയായി ഇതായി അച്ഛൻ കഴിച്ചു തുടങ്ങി. അച്ഛൻ ഇനി ജോലിക്ക് പോകണം. അപ്പോൾ നമ്മൾ ചിക്കൻ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഞാൻ ചോറ് കഴിക്കട്ടെ. നല്ല വിശപ്പുണ്ട്. എക്സാം കഴിഞ്ഞ് വന്നപ്പോൾ ഒന്നും രാവിലെ കഴിച്ചേ ഉള്ളൂ, പിന്നെ ഒന്നും കഴിച്ചില്ല. ഇപ്പോൾ ഇനി കഴിക്കാൻ പോകുന്നേ ഉള്ളൂ. എക്സാം കുഴപ്പമില്ലായിരുന്നു, സിമ്പിളായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത് അതിലോട്ട് കിടക്കാം. നമ്മൾ ചിക്കൻ കറി നമ്മൾ ലിവർ ഇവിടെ ശരിയാക്കി എടുത്തിട്ടുണ്ട്. ലിവർ നല്ലപോലെ മൊരിയുന്നുണ്ടില്ലേ. നമ്മൾ ഓൾറെഡി ടീ ഓഫാക്കി. നമുക്ക് ലിവറും കൂടി ഇതാക്കിയിട്ട് നമുക്ക് ചോറിനാം. നമ്മൾ ചോറ് ഇട്ടിട്ടുണ്ട്. നമുക്ക് നേരെ ചിക്കൻ കറിയിലോ വരാൻ കുറച്ച് മതി. നമ്മൾ ചിക്കൻ കറി എടുത്തിട്ടുണ്ട്. നമ്മളെടുത്ത് ചീനി ഇത് നമുക്ക് പുളിശ്ശേരി ഇരിക്കാവേ. ഇതിലേക്ക് പച്ച നിറത്തി എന്താണ് ഇരിക്കുന്നത്, ഇത് നമ്മൾ കറിവേപ്പില അരിച്ച് ചേർക്കുമ്പോൾ ഈ ഒരു കറി ഇരിക്കേ. കഴിച്ചെടുക്കാവേ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് തരണം മറക്കല്ലേ. ബൈ.